തോട്ടം തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ച വേതനം ഈ മാസം മുതൽ നൽകി തുടങ്ങും. കൂലി വർധന ഉടനടി നടപ്പാക്കണമെന്ന സർക്കാർ നിർദ്ദേശം PLC യോഗത്തിൽ തോട്ടമുടമകൾ അംഗീകരിച്ചു. ബോണസ്, കൂലി വർധനവിന് മുൻകാല പ്രാബല്യം അടക്കമുള്ള കാര്യങ്ങളിൽ PLC യോഗത്തിൽ തീരുമാനമായില്ല. തോട്ടം തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ച മിനിമം വേതനം നവംബർ മാസം മുതൽ നൽകാൻ തയ്യാറാണെന്ന് തോട്ടമുടമകൾ PLC യോഗത്തിൽ അറിയിച്ചു. എന്നാൽ വർദ്ധിപ്പിച്ച കൂലിക്ക് മുൻകാല പ്രാബല്യം നൽകുന്ന കാര്യത്തിൽ ധാരണയിലെത്താനായില്ല. അന്തിമ എഗ്രിമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇന്ന് തന്നെ അതിന് തീരുമാനമെടുത്തു. നവംബർ മാസം മുതൽ തന്നെ നവംബർ മാസത്തെ ശമ്പളം തന്നെ പുതുക്കിയ കൂലി അനുസരിച്ചായിരിക്കും. ബാക്കി മുൻകാല പ്രാബല്യം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇതിന് ശേഷമേ ചർച്ച ചെയ്യത്തുള്ളൂ എന്ന നിലപാടെടുത്തു. ഇതിൻ്റെ അർത്ഥം മുൻകാല പ്രാബല്യം ഇല്ല എന്നല്ല, മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും. ആ വിഷയങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യുന്നുള്ളൂ. മിനിമം നുള്ളുന്ന കൊളുന്തിന്റെ അളവ് 21 കിലോയിൽ നിന്ന് 25 കിലോയാക്കാൻ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ സമ്മതിച്ചിരുന്നു. പക്ഷേ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന നിലപാടിൽ ഇന്നത്തെ PLC യോഗത്തിലും തോട്ടമുടമകൾ ഉറച്ചു നിന്നതോടെ ഇക്കാര്യത്തിൽ ചർച്ച മാറ്റിവെച്ചു. ബോണസ് വർധന സംബന്ധിച്ചും ചർച്ചകൾ പിന്നീട് നടക്കും. തോട്ടമുടമകൾക്ക് നികുതി ഇളവ് അനുവദിച്ചുകൊണ്ട് തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ ഭേദഗതി ഉണ്ടാവുമെന്നും തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. അടുത്ത സാമ്പത്തിക വർഷം മുതൽ നികുതി ഇളവ് അനുവദിക്കുമെന്നാണ് ഉത്തരവിലുള്ളത്. അടുത്ത വർഷം അവതരിപ്പിക്കുന്നത് ഇടക്കാല ബഡ്ജറ്റ് ആയതിനാൽ ഇക്കാര്യത്തിൽ ഭേദഗതി വേണമെന്ന് തോട്ടമുടമകൾ തൊഴിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.